ബാർ കോഴ ഇടപാടിൽ റിപ്പോർട്ടറോട് ബിജു രമേശിന്റെ നിർണായക വെളിപ്പെടുത്തൽ. ബാർ പ്രശ്നം പരിഹരിക്കാൻ കോഴപ്പണം വാങ്ങിയത് കെ മാണി മാത്രമല്ലെന്ന് ബിജു രമേശ് പറഞ്ഞു. കെ ബാബു പണം വാങ്ങിയോ എന്ന് എത്ര നിർബന്ധിച്ചാലും പറയില്ല. 418 ബാറിന്റെ കാര്യത്തിൽ വാഗ്ദാനം പാലിക്കാതെ മുഖ്യമന്ത്രി ചതിച്ചു. ഈ സർക്കാർ വന്ന ശേഷം മന്ത്രിമാർ നടത്തുന്നത് ഗൂണ്ടാ പിരിവാണ് എന്നും ബിജു രമേശ് റിപ്പോർട്ടറിന്റെ ക്ലോസ് എൻകൗണ്ടറിൽ പറഞ്ഞു. ബാർ കോഴ ഇടപാടിൽ UDF-നെയും കോൺഗ്രസിനെയും കടുത്ത പ്രതിസന്ധിയിലാക്കുന്നതാണ് ബിജു രമേശ് റിപ്പോർട്ടറോട് നടത്തിയ വെളിപ്പെടുത്തലുകൾ. ബാറുടമകളുടെ കോഴപ്പണം വാങ്ങിയ മന്ത്രി KM മാണി മാത്രമല്ല എന്ന് ബിജു രമേശ് പറഞ്ഞു. എക്സൈസ് മന്ത്രി പണം വാങ്ങിയോ എന്ന് എത്ര നിർബന്ധിച്ചാലും പറയില്ല. ആരൊക്കെയാണ് എന്ന് പറയുകയും അതിൻ്റെ തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഈ KM മാണിയെ മാത്രമല്ല നമ്മൾ കുരിശിലേറ്റേണ്ടത്, അല്ലെങ്കിൽ KM മാണി മാത്രമല്ല പണം വാങ്ങിയിരിക്കുന്നത്. ശരിയാണ്. ആരൊക്കെയാണത്? അത് പറയരുതെന്ന് വളരെ വ്യക്തമാക്കി ഇന്ന് ജനറൽ ബോഡിയിൽ വെച്ചതിന് ശേഷം എവിഡൻസുകൾക്ക് ശേഷം മാത്രമേ ഔദ്യോഗികമായി അത് വെളിപ്പെടുത്താവുള്ളൂ എന്ന തീരുമാനം ഇന്നത്തെ എക്സിക്യൂട്ടീവ്. KM മാണിയിൽ നിങ്ങൾ എന്തായാലും ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞു. പിന്നെ രണ്ടുപേര് ഇനി ബാക്കിയുള്ളത് എക്സൈസ് മന്ത്രി ശ്രീ കെ ബാബുവും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമാണ്. ഞാൻ അതേക്കുറിച്ച് പറയില്ല. ഈ മൂന്ന് പേരിൽ അപ്പുറത്തേക്ക് മന്ത്രിസഭയിൽ നിങ്ങൾക്ക് ബാർ ലൈസൻസ് പുതുക്കുന്നതിന് സഹായം ആവശ്യമുള്ള ഏതെങ്കിലും മന്ത്രി ഉണ്ടോ? വേറെയും കൊടുത്ത വിവരങ്ങളൊക്കെ ഇന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ സർക്കാർ വന്ന ശേഷം ബാർ ലൈസൻസ് പുതുക്കുന്നതിന് കോഴ കൊടുക്കേണ്ടി വന്നു. ഇപ്പൊ ഈ കാലഘട്ടത്തിലല്ല, ഈ ഗവൺമെന്റ് വന്ന കാലം മുതൽക്കേ ലൈസൻസ് റിന്യൂവൽ ടൈമിൽ കാര്യമായ ചായകൾ മേടിച്ചു കൊടുക്കേണ്ട ഗതികേട്, കൊടുത്തു എന്നല്ല ഞാൻ പറയുന്നത്, കൊടുക്കേണ്ട ഗതികേട് ഈ വ്യവസായത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വസ്തുത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എക്സൈസ് മന്ത്രിക്കാണ് കൊടുക്കേണ്ടത്. ഒരു നിർദ്ദേശിക്കുന്നവർക്ക് ഭരിക്കുന്നവൻ രാജാവാണ്. രാജാവ് നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അവർ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. UDF മന്ത്രിമാർ നടത്തിയത് ഗൂണ്ടാ പിരിവാണ്. ഓരോ വിഷയത്തിനും ഓരോ ആവശ്യങ്ങൾക്കും ഇത്രമാത്രം ഞങ്ങൾ ഒരു രാഷ്ട്രീയക്കാരെക്കാളും ഗതികെട്ട് അസോസിയേഷൻ പിരിക്കാൻ നടന്നൊരു കാലഘട്ടം ഈ കഴിഞ്ഞ 3 വർഷ കാലഘട്ടത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ അസോസിയേഷൻ പിരിവ് ആയിട്ട് നടന്നത്. വ്യവസായം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ നമുക്ക് ബോംബെയിലൊക്കെ നമ്മൾ ഈ ആൾക്കാർ വരുമ്പോൾ ഹഫ്ത കൊടുക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ ഗുണ്ടാ പിരിവ് നടത്തുന്ന ഒരവസ്ഥ. 418 ബാറുകളുടെ നിലവാരം ഉയർത്തിയാൽ തുറന്നു തരാമെന്ന് വാഗ്ദാനം നൽകിയ മുഖ്യമന്ത്രി പിന്നീട് ചതിച്ചു. മുഖ്യമന്ത്രിയുടെ ഉറപ്പിൻ്റെ ഒറ്റ അടിസ്ഥാനത്തിലാണ് അത് നിലവാരമുള്ള ബാറുകൾ പുതുക്കി നൽകും. അത് എല്ലാവരും കൂടെ പോയി കണ്ടപ്പോൾ, അത് കോട്ടയത്തുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ ഒരുപാട് പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അവരെല്ലാം പോയി കണ്ടപ്പോൾ അദ്ദേഹം അസോസിയേഷൻ ഭാരവാഹികൾ പോയി കണ്ടപ്പോൾ അദ്ദേഹം ഉറപ്പ് നൽകി നിലവാരം ഉള്ളതെല്ലാം പുതുക്കി നൽകും. അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള പണിക്ക് റെഡി ഉണ്ടായിക്കൊള്ളൂ, ഉള്ളതെല്ലാം നിലവാരമുണ്ടോ പരിശോധിക്കുമ്പോൾ ഉണ്ടെങ്കിൽ എല്ലാം പുറക്കുക. അവസാനം ഇതൊന്നും കൊടുക്കാതെ വരുമ്പോൾ അവിടെയും വിശ്വാസവഞ്ചനയിലെ ഈ സമൂഹത്തോട് കാണിച്ചത്. ഇവരോട് എന്തിനാ നിങ്ങൾക്ക് തുറന്നു തരില്ല, നിങ്ങളുടെ ഈ ഭരണത്തിൻ്റെ കഥ കഴിഞ്ഞു, വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ പറഞ്ഞാൽ പോരെ. അവരോട് പിന്നെയും 2-3 കോടി രൂപ എന്തിനാ മുടക്കിച്ച്? അത് ചതിവല്ലേ? ഈ പറഞ്ഞ മുഖ്യമന്ത്രി ഞങ്ങളെ ചതിച്ചു. അത് തന്നെ ഞാൻ പറയുന്നത്. ഈ പറയപ്പെടുന്ന 418 ബാറുകാരോട് ആദ്യം പറയുക, നിങ്ങൾക്ക് ഞാൻ നിലവാരം ഉണ്ടെങ്കിൽ തുറന്നു തരാം. ഒരു വാക്ക് പറഞ്ഞാൽ അത് നടപ്പാക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രിയൊന്നും അല്ല. കോഴപ്പണം വാങ്ങിയവരുടെ പേരുകൾ ബാർ ഹോട്ടൽസ് അസോസിയേഷൻ തന്നെ പുറത്തുവിടുമെന്നാണ് തന്നോട് പറഞ്ഞിട്ടുള്ളതെന്നും ബിജു രമേശ് റിപ്പോർട്ടറിന്റെ ക്ലോസ് എൻകൗണ്ടറിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.